1989 നവംബർ 24 വാഷിംഗ്ടണിലെ ഒരു കൊച്ചു നഗരമായ ആക്മെ സിറ്റിയിൽ തൻ്റെ നായയോടൊപ്പം ജോഗിങ്ങിന് പോയ മാൻഡി സ്റ്റാവിക് എന്ന പെൺകുട്ടിയെ നഗ്നയായി നദിയിൽ മരിച്ച നിലയിൽ കാണപ്പെടുന്നു. അമേരിക്കയിലെ ജനങ്ങളെ അക്കാലത്ത് മാനസികമായി ഏറെ തളർത്തിയൊരു സംഭവമായിരുന്നു മാൻഡി സ്റ്റാവിക് കേസ്. എന്താണ് ആ പെൺകുട്ടിക്ക് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് മാൻഡി സ്റ്റാവിക്കിന് നീതി ലഭിക്കാൻ നീണ്ട 28 വർഷങ്ങൾ വേണ്ടി വന്നത്? അക്കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. വെൽക്കം ടു ക്രൈം ഫോളിയോ. മാൻഡി സ്റ്റാവിക്കും കുടുംബവും നേരത്തെ അലാസ്കയിലായിരുന്നു താമസിച്ചിരുന്നത്. മാൻഡിയുടെ ചെറുപ്പത്തിൽ തന്നെ അവളുടെ പാരൻസ് വിവാഹമോചനം നേടിയിരുന്നു. അതുകൊണ്ട് മാൻഡിയും അമ്മ മേരി സ്റ്റാവിക്കും മാൻഡിയുടെ സഹോദരന്മാരായ ലീ, മോളി എന്നിവർക്കൊപ്പം വാഷിംഗ്ടണിലെ ആക്മെ സിറ്റിയിലേക്ക് താമസം മാറുകയായിരുന്നു. ഒരുപാട് ജനസംഖ്യയൊന്നുമില്ലാത്ത, എല്ലാവർക്കും പരസ്പരം അറിയാമായിരുന്ന ഒരു സ്ഥലമായിരുന്നു ആക്മെ. മൗണ്ട് ബേക്കർ ഹൈസ്കൂളിൽ നിന്ന് 18-ാം വയസ്സിൽ ബിരുദം നേടിയ മാൻഡി സെൻട്രൽ വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിൽ 1-ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു. നല്ലൊരു ബാസ്കറ്റ്ബോൾ പ്ലെയറായിരുന്ന മാൻഡിക്ക് പൈലറ്റ് ആകാനായിരുന്നു ആഗ്രഹം. തൻ്റെ കോളേജ് റൂംമേറ്റ് യോക്കോ ഉച്ചിയാമയ്ക്കൊപ്പം താങ്ക്സ് ഗിവിംഗ് അവധിക്ക് വീട്ടിലേക്ക് വരികയായിരുന്നു മാൻഡി. ആ ദിവസം നേരത്തെ തന്നെ ഇരുവരും ഒരുമിച്ച് നടക്കാൻ പോയിരുന്നു. വീട്ടിൽ വരുമ്പോഴേക്കും മാൻഡി അമ്മ മേരിയോടൊപ്പം ജോഗിങ്ങിന് പോകുന്നത് പതിവായിരുന്നു. 1989 നവംബർ 24 താങ്ക്സ് ഗിവിങ്ങിന് ശേഷമുള്ള ദിവസം ഉച്ചയ്ക്ക് പതിവ് പോലെ ജോഗിങ്ങിന് പോകാനായി അവൾ റെഡിയാവുന്നു. പക്ഷേ അന്ന് മാൻഡിയുടെ അമ്മയ്ക്ക് അവളോടൊത്ത് ജോഗിങ്ങിന് പോകാൻ സാധിക്കാത്തതുകൊണ്ട് അവൾ തൻ്റെ പ്രിയപ്പെട്ട ജർമ്മൻ ഷെപ്പേർഡ് ഇനത്തിൽപ്പെട്ട നായയായ കൈറയും കൂട്ടിക്കൊണ്ട് ജോഗിങ്ങിനായി പോകുന്നു. സാധാരണ ജോഗിങ്ങിന് പോയി തിരിച്ചു വരേണ്ട സമയമായിട്ടും മാൻഡിയെ കാണാത്തത് കൊണ്ട് അമ്മ മേരിക്ക് ടെൻഷനാവുന്നു. മകൾ ചിലപ്പോൾ വഴിയിൽ വെച്ച് സുഹൃത്തുക്കളെ ആരെങ്കിലും കണ്ട് സംസാരിച്ച് നിൽക്കുകയാവും, അതിനാലാവും അവൾ ലേറ്റാകുന്നത് എന്നവർ ചിന്തിച്ചുകൊണ്ട് മകളെ കാത്തിരുന്നു. പക്ഷേ 2.5 മണിക്കൂർ കഴിഞ്ഞ് മാൻഡി ഇല്ലാതെ അവളുടെ നായ കൈറ മാത്രം വീട്ടിലേക്ക് തിരിച്ചെത്തിയത് കണ്ട് അവർ ഭയന്നു പോകുന്നു. പേടിച്ചു പോയ അവർ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മാൻഡിയുടെ ബോയ് ഫ്രണ്ട് റിക് സെൻഡറിനെയും വിളിച്ച് വിവരം അറിയിക്കുന്നു. പോലീസ് ആദ്യം അവളുടെ കാമുകൻ റിക്കിനെ ചോദ്യം ചെയ്യുന്നു. പക്ഷേ മാൻഡിയുടെ തിരോധാനത്തെപ്പറ്റി അവനൊന്നും അറിയില്ല എന്നവർക്ക് മനസ്സിലാകുന്നു. എല്ലാവരും ചേർന്ന് മാൻഡിക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചു. ജോഗിങ്ങിന് പോയപ്പോൾ ഇളം നിറത്തിലുള്ള സ്വെറ്റ് ഷർട്ടും ടീൽ ഗ്രീൻ പാൻറ്റും പർപ്പിൾ ലൈൻസുള്ള ലൈറ്റ് ബ്ലൂ റണ്ണിംഗ് ഷൂസും ആയിരുന്നു അവൾ ധരിച്ചിരുന്നത്. നീണ്ട തിരച്ചിലിനൊടുവിൽ 3-ാം ദിവസം അവളുടെ വീട്ടിൽ നിന്നും വെറും 3 മൈൽ ദൂരത്തിലുള്ള നൂക്സാക് നദിയിൽ നിന്നും ഷൂവും സോക്സും മാത്രം ധരിച്ച് നഗ്നമായ നിലയിൽ അവളുടെ മൃതശരീരം കണ്ടെടുക്കുന്നു. മുട്ടോളം മാത്രം വെള്ളമുള്ളിടത്ത് നിന്നാണ് അവളുടെ ശരീരം ലഭിച്ചത്. വെള്ളത്തിൽ മുങ്ങി മരിച്ചതാണെന്നും മരിക്കുന്നതിന് മുൻപ് ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നുവെന്നുമായിരുന്നു ആദ്യ റിപ്പോർട്ട്. പക്ഷേ നന്നായി നീന്തൽ അറിയാമായിരുന്ന മാൻഡി വെള്ളത്തിൽ മുങ്ങി മരിച്ചു എന്ന റിപ്പോർട്ട് ആർക്കും വിശ്വസിക്കാൻ സാധിച്ചില്ല. അവളുടെ ശരീരത്തിൽ നിന്ന് ലഭിച്ച DNA സാമ്പിളുകൾ FBIക്ക് അയച്ചു. 1989 കാലഘട്ടത്തിൽ DNA പരിശോധന ആകെ ചെയ്തിരുന്നത് FBI ആയിരുന്നു. പരിശോധനാഫലം വന്നപ്പോൾ ഒരു പുരുഷ ബീജത്തിൻ്റെ DNA ലഭിച്ചു. പക്ഷേ അത് ആരുടെ DNA ആണെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. സംശയമുള്ള കുറച്ചുപേരുടെ DNA പരിശോധിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. ആരുടെ DNAയുമായിട്ടും അത് മാച്ചായില്ല. അങ്ങനെ പതിയെ മാൻഡി സ്റ്റാവിക് കേസ് ഒരു കോൾഡ് കേസായി മാറി. 28 വർഷങ്ങൾക്ക് ശേഷം മർലി ആൻഡേഴ്സൺ, ഹെതർ ബാക്സ്റ്റോൺ എന്ന 2 സ്ത്രീകൾ അവരവരുടെ കുട്ടികളുമായി അമ്യൂസ്മെൻറ്റ് പാർക്കിലെത്തുന്നു. മൗണ്ട് ബേക്കർ സ്കൂളിൽ നിന്നാണ് അവർ 2 പേർ പഠിച്ചത്. പക്ഷേ എങ്കിലും അവർക്ക് പരസ്പരം അറിയില്ലായിരുന്നു. കുട്ടികൾ സ്ലൈഡുകളിൽ കയറുന്ന സമയത്ത് അവർ പരസ്പരം സംസാരിച്ചപ്പോഴാണ് അവർ ഒരേ സ്കൂളിലാണ് പഠിച്ചതെന്നറിഞ്ഞത്. പിന്നീട് അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അവരുടെ സംസാരത്തിനിടയിൽ അവരുടെ തന്നെ സ്കൂളിൽ പഠിച്ച മാൻഡി സ്റ്റാവിക്കിനെ പറ്റിയും സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് അവളെ കൊന്നത് ആരാണെന്നറിയാം എന്ന് ആൻഡേഴ്സൺ പറഞ്ഞപ്പോൾ ബാക്സ്റ്റോം ഞെട്ടിപ്പോയി. കാരണം അവൾക്കും അറിയാമായിരുന്നു മാൻഡിയുടെ മരണത്തിന് കാരണം ആരായിരുന്നുവെന്ന്. മാൻഡി മരിച്ച് 2 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മൗണ്ട് ബേക്കറിൽ തന്നെ ബിരുദം നേടിയ തൻ്റെ ഭർത്താവിൻ്റെ സുഹൃത്തു കൂടിയായ ടിം ബസ് അയാൾ വേട്ടയാടാൻ പോയതാണെന്നും അയാളുടെ വീട്ടിലേക്ക് ഒന്ന് ഫോൺ ചെയ്യണമെന്നും അതിനായി ഞങ്ങളുടെ ഫോൺ ഒന്ന് യൂസ് ചെയ്തോട്ടെ എന്ന് അയാൾ ചോദിച്ചു. ഞാൻ സമ്മതം അറിയിച്ചു. പ്രവർത്തനരഹിതമായ ഏതോ നമ്പറിലേക്കാണ് അയാൾ വിളിക്കുന്നതെന്ന് എനിക്കൊരു സംശയം തോന്നിയിരുന്നു. ഫോൺ കട്ട് ചെയ്ത് എൻ്റെ അനുവാദം കൂടാതെ അയാൾ ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് വന്ന്
എന്നെ ഒരുപാട് ഇഷ്ടമാണെന്നും ശാരീരിക ബന്ധത്തിന് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് നിർബന്ധിക്കാൻ തുടങ്ങി. ഞാൻ 911ലേക്ക് വിളിക്കുമെന്നും അതുപോലെ ബഹളം വെച്ച് അയൽക്കാരെ കൂട്ടുമെന്ന് പറഞ്ഞപ്പോഴാണ് അയാൾ അവിടെ നിന്നും പോയതെന്ന് ആൻഡേഴ്സൺ പറഞ്ഞു. ഈ കഥ കേട്ട ബാക്ക്സ്റ്റോം മാൻഡി സ്റ്റാവിക് മരിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് തനിക്കും ഇതേ വ്യക്തിയിൽ നിന്ന് ദുരനുഭവം ഉണ്ടായതായി പറയുന്നു. അന്ന് 15 വയസ്സ് മാത്രമായിരുന്നു എനിക്ക് പ്രായം. അയാൾക്ക് 21 വയസ്സും. ഒരു ട്രെക്കിൽ സുഹൃത്തുക്കളുമായി പോയ ടൈമിൽ ടിം എൻ്റെ കണ്ണുകൾ മനോഹരമാണെന്നൊക്കെ പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്താൻ തുടങ്ങി. അതുപോലെ തന്നെ അയാളൊരു പെണ്ണെടുത്ത് എൻ്റെ കാലുകളിൽ സ്പർശിക്കാൻ തുടങ്ങി. കൂടെ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് അയാളെന്നെ ശാരീരികമായി ഉപദ്രവിക്കില്ല എന്നത് മാത്രമായിരുന്നു എൻ്റെ ആ സമയത്തെ ഏക ധൈര്യം എന്ന് ബാക്ക്സ്റ്റോം പറഞ്ഞു. എന്നോട് ഇങ്ങനെ ചെയ്തുവെങ്കിൽ മാൻഡിയോടും അയാൾ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടാകും എന്ന് വർഷങ്ങളായി ഈ 2 സ്ത്രീകൾക്കും തോന്നിയിരുന്നു. പക്ഷേ ഒരു ഉറപ്പില്ലാത്തതിനാലും അതുപോലെ ധൈര്യമില്ലാത്തതിനാലുമാണ് അവരന്നത് പോലീസിനോട് പറയാതിരുന്നത്. വർഷങ്ങൾക്കിപ്പുറത്ത് അവരത് പോലീസിനോട് തുറന്നു പറയാനുള്ള മനസ്സ് കാണിക്കുന്നു. ആൻഡേഴ്സണും ബാക്ക്സ്റ്റോമും പറഞ്ഞതനുസരിച്ച് ടിം ബാസിനെ പറ്റി പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു. ആക്മെ സിറ്റിയിൽ നിന്ന് മാറി 30 മൈൽ ദൂരെ ഭാര്യയ്ക്കും 3 കുട്ടികൾക്കുമൊപ്പമാണ് അയാളിപ്പോൾ താമസിക്കുന്നത്. പോലീസ് അയാളെ കണ്ടെത്തി മാൻഡി സ്റ്റാവിക്കിനെ പറ്റി ചോദിച്ചപ്പോൾ തനിക്ക് അങ്ങനെ ഒരു പെൺകുട്ടിയെ അറിയേയില്ല എന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷേ മാൻഡിയുടെ വീടിനടുത്ത് തന്നെയാണ് ടിം ബാസും താമസിച്ചിരുന്നത്. പക്ഷേ എന്നിട്ടും അവളെ അറിയില്ല എന്ന് പോലീസിനോട് അയാൾ പറഞ്ഞപ്പോൾ പോലീസിന് സംശയം ഇരട്ടിച്ചു. പോലീസ് അയാളുടെ DNA സാമ്പിൾ പരിശോധനയ്ക്ക് തരണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ അത് നിരസിച്ചു. ഒരാളുടെ സമ്മതമില്ലാതെ അവരുടെ DNA സാമ്പിൾ എടുക്കാൻ സാധിക്കില്ലായിരുന്നു. പോലീസ് പിന്നീട് സമീപിച്ചത് കിം ബാസ് ജോലി ചെയ്തിരുന്ന ബേക്കറിയുടെ ഉടമയായ കിം വാഗ്നർ എന്ന സ്ത്രീയായിരുന്നു. അവരോട് കാര്യങ്ങളൊക്കെ പോലീസ് പറഞ്ഞപ്പോൾ DNA എങ്ങനെയെങ്കിലും കളക്ട് ചെയ്ത് തരാമെന്ന് അവർ സമ്മതമറിയിക്കുന്നു. അങ്ങനെ കുറച്ച് നാളത്തെ പ്രയത്നത്തിന് ശേഷം ടിം ബാസ് വേസ്റ്റ് ബിന്നിൽ കുടിച്ചതിന് ശേഷം ഇട്ട കൊക്കോകോള ക്യാനും കപ്പും അയാൾ അറിയാതെ കിം വാഗ്നർ ശേഖരിച്ച് പോലീസിനെ ഏൽപ്പിക്കുന്നു. DNA പരിശോധന ഫലം വന്നപ്പോൾ എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകുന്നു. അതായത് മാൻഡിയുടെ ശരീരത്തിൽ നിന്ന് ലഭിച്ച പുരുഷ ബീജത്തിൻ്റെ DNAയുമായി ടിം ബാസിൻ്റെ DNA 100% മാച്ച് ആയതോടുകൂടി അയാളാണ് വർഷങ്ങളായി ഒളിച്ചു നടന്നിരുന്ന പ്രതി എന്ന് പോലീസ് ഉറപ്പിക്കുന്നു. 2017 ഡിസംബർ 12 മാൻഡി മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് 28 വർഷങ്ങൾക്ക് ശേഷം ബേക്കറിയുടെ പാർക്കിങ്ങിൽ വെച്ച് 50 വയസ്സുള്ള ടിം ബാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു സാധാരണ ജോഗിങ്ങിന് പോയ മാൻഡിയെ വഴിയിൽ തടഞ്ഞു നിർത്തുകയും ഒറ്റപ്പെട്ട പ്രദേശമായതുകൊണ്ട് ആരും വരില്ല എന്ന ധൈര്യത്തിൽ മാൻഡി അയാൾ ബലാത്സംഗം ചെയ്യുന്നു. അവൾ ശക്തമായി പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരുപാട് പരിക്കുകളും അവളുടെ ശരീരത്തിൽ പറ്റിയിരുന്നു. വെള്ളത്തിൽ മുങ്ങി മരിച്ചതാണ് എന്ന് വരുത്തി തീർക്കാനായി കൊല ചെയ്ത് നഗ്നമായ അവളുടെ ശരീരം നൂക്സാക് നദിയിലേക്ക് അയാൾ വലിച്ചെറിയുന്നു. മാൻഡി തന്നെ അയാൾ ഉപദ്രവിച്ചപ്പോൾ രക്ഷിക്കാനായി ഒരുപാട് നിലവിളിച്ചു കാണും. പക്ഷേ അന്ന് അത് ആരും കേട്ടില്ലെങ്കിലും അവളെ ആരും മറന്നിട്ടുണ്ടായിരുന്നില്ല. 28 വർഷത്തിനു ശേഷം ടിമ്മിൻ്റെ സഹപ്രവർത്തകരുടെ ധൈര്യം കാരണം ഒരു കൊക്കോകോള ക്യാനിലെ തെളിവ് നീതി വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. തട്ടിക്കൊണ്ടുപോകൽ, ബലാത്സംഗം, കൊലപാതകം എന്നീ കുറ്റങ്ങൾ ചുമത്തി അയാൾക്കെതിരെ കേസെടുത്തു. അങ്ങനെ 28 വർഷങ്ങൾക്ക് ശേഷമാണ് മാൻഡി സ്റ്റാവിക് എന്ന പാവം പെൺകുട്ടിക്ക് നീതി ലഭിച്ചത്.